ക്രിക്കറ്റ് ലോകം ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു മത്സരത്തിനായിരുന്നു ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം T20 പോരാട്ടത്തിൽ വേദിയായത്. പരമ്പരയിലെ ആദ്യ മത്സരത്തിലെ ഫലങ്ങൾക്ക് ശേഷം ഇരു ടീമുകളും തങ്ങളുടെ തന്ത്രങ്ങൾ മാറ്റിമറിഞ്ഞാണ് രണ്ടാം മത്സരത്തിന് ഇറങ്ങിയതും. ടോസ് ഭാഗ്യം തുണച്ച ഇന്ത്യൻ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇംഗ്ലീഷ് മണ്ണിൽ മികച്ചൊരു സ്കോർ പടുത്തുയർത്തി ആതിഥേയരെ സമ്മർദ്ദത്തിലാക്കുകയെന്ന കൃത്യമായ പ്ലാനോടെയാണ് ഇന്ത്യ ഇറങ്ങിയത്. എന്നാൽ ഈ മത്സരത്തെ കായിക ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമാക്കിയത് ടോസ് തീരുമാനത്തെക്കാൾ ഉപരി ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്ര താളുകളിലേക്ക് നടന്നു കയറിയ ഒരു 15-കാരൻ പയ്യന്റെ സാന്നിധ്യമായിരുന്നു. വൈഭവ് സൂര്യവംശി. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ സച്ചിൻ ടെണ്ടുൽക്കറും കപിൽ ദേവും അടക്കമുള്ള ഇതിഹാസങ്ങൾ കുറിച്ച പ്രായ റെക്കോർഡുകളെല്ലാം പഴങ്കഥയാക്കിക്കൊണ്ടാണ് വൈഭവ് സൂര്യവംശി എന്ന ഇടംകൈയ്യൻ ബാറ്റർ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചത്. ഇന്ത്യക്കായി അന്താരാഷ്ട്ര തലത്തിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന അപൂർവ ബഹുമതി ഈ മത്സരത്തോടെ സൂര്യവംശിയുടെ പേരിൽ കുറിക്കപ്പെട്ടു. വലിയ ആഭ്യന്തര ടൂർണമെന്റുകളിലും ജൂനിയർ ക്രിക്കറ്റിലും അസാധാരണമായ ബാറ്റിംഗ് മികവ് പുലർത്തിയതിനെ തുടർന്നാണ് താരത്തിന് ദേശീയ ടീമിലേക്ക് അർഹിച്ച വിളിയെത്തിയത്. സമ്മർദ്ദമേറിയ അന്താരാഷ്ട്ര വേദിയിൽ അതും കരുത്തരായ ഇംഗ്ലണ്ടിനെതിരായ അവരുടെ നാട്ടിൽ കളിക്കുകയെന്നത് ഏതൊരു യുവതാരത്തിനും കഠിനമായ വെല്ലുവിളിയാണ്. എന്നാൽ ആ വെല്ലുവിളിയെ നെഞ്ചിലേറ്റിക്കൊണ്ടാണ് സൂര്യവംശി നീലക്കുപ്പായത്തിൽ കളത്തിലിറങ്ങിയത്. പ്രതിഭ മിന്നിമറിഞ്ഞ നിമിഷങ്ങൾ. മത്സരത്തിൽ ടോസ് നേടി ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുത്തപ്പോൾ യുവതാരം അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാനുള്ള നിയോഗം സൂര്യവംശിക്കായിരുന്നു. പവർ പ്ലേ ഓവറുകളിൽ ഇംഗ്ലണ്ടിന്റെ പേസാക്രമണത്തെ നേരിടുകയെന്നതായിരുന്നു ഇന്ത്യൻ ഓപ്പണർമാരുടെ ലക്ഷ്യം. മത്സരത്തിൽ വലിയൊരു സ്കോർ നേടാൻ സൂര്യവംശിക്ക് കഴിഞ്ഞില്ല എന്നത് ആരാധകരെ നിരാശരാക്കിയെങ്കിലും താൻ എന്തുകൊണ്ട് ഇന്ത്യൻ ടീമിൽ എത്തിയെന്ന് തെളിയിക്കുന്ന ചില മിന്നും പ്രകടനങ്ങൾ താരം കാഴ്ചവെച്ചു. നേരിട്ട 10 പന്തുകളിൽ നിന്നും 14 റൺസാണ് സൂര്യവംശി നേടിയത്. ഈ ചെറിയ ഇന്നിംഗ്സിനിടയിലും 2 തകർപ്പൻ സിക്സറുകൾ പറത്തിക്കൊണ്ട് സ്റ്റേഡിയത്തെ ഇളക്കി മറിക്കാനും താരത്തിന് കഴിഞ്ഞു. ഇംഗ്ലീഷ് ബൗളർമാരുടെ വേഗതയെ ഭയപ്പെടാതെ മികച്ച ടൈമിങ്ങോടെയാണ് താരം ആ സിക്സറുകൾ അതിർത്തി കടത്തിയത്. എന്നാൽ വലിയൊരു ഇന്നിംഗ്സിലേക്ക് ചുവടുവെക്കും മുൻപേ ഇംഗ്ലണ്ട് ബൗളിംഗ് നിര സൂര്യവംശിയെ പുറത്താക്കി. എങ്കിലും അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ തന്റെ ആദ്യ മത്സരത്തിൽ തന്നെ ഭയമില്ലാതെ ക്രിക്കറ്റ് കളിക്കാൻ ഈ കൗമാരക്കാരന് കഴിഞ്ഞു എന്നത് ഇന്ത്യൻ ക്രിക്കറ്റിന് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. സൂര്യവംശിയുടെ വിക്കറ്റ് വേഗത്തിൽ നഷ്ടമായെങ്കിലും മറുഭാഗത്ത് അഭിഷേക് ശർമ്മ മികച്ച ഫോമിലായിരുന്നു. പവർ പ്ലേ ഓവറുകളിൽ പരമാവധി പ്രയോജനപ്പെടുത്താനാണ് ഇന്ത്യൻ ബാറ്റർമാർ ശ്രമിച്ചത്. സൂര്യവംശിയെ കൂടാതെ മറ്റൊരു വിക്കറ്റ് കൂടി ഇന്ത്യക്ക് നഷ്ടമായെങ്കിലും ക്രീസിലുള്ള ഇഷാൻ കിഷനും ക്യാപ്റ്റൻ ശ്രേയസ് അയ്യറും ചേർന്ന് ഇന്നിംഗ്സ് മുന്നോട്ട് നയിച്ചിരുന്നു. ഇരു ടീമുകളും ശക്തമായ പ്ലേയിങ് 11 ഈ മത്സരത്തിനായി അണിനിരത്തിയത്. ശ്രേയസ് അയ്യരുടെ നായകത്വത്തിൽ ഇറങ്ങുന്ന ഇന്ത്യൻ നിരയിൽ യുവത്വത്തിനും പരിചയസമ്പത്തിനുമായിരുന്നു തുല്യ പ്രാധാന്യം. ബാറ്റിംഗ് നിര നോക്കുകയാണെങ്കിൽ വൈഭവ് സൂര്യവംശി, അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ, ശ്രേയസ് അയ്യർ, തിലക് വർമ്മ, ശിവം ദുബെ. ബൗളിംഗ് നിര നോക്കുകയാണെങ്കിൽ അക്സർ പട്ടേൽ, ഹർഷിത് റാണ, രവി ബിഷ്ണോയി, അർഷ്ദീപ് സിംഗ്, വരുൺ ചക്രവർത്തി. വരുൺ ചക്രവർത്തിയുടെയും രവി ബിഷ്ണോയുടെയും സ്പിൻ കൂട്ടുകെട്ടും അർഷ്ദീപിന്റെ പേസ് ആക്രമണവുമാണ് ഇന്ത്യയുടെ പ്രധാന ആയുധങ്ങൾ. ഹാരി ബ്രൂക്കിന്റെ നേതൃത്വത്തിൽ ഇറങ്ങിയ ഇംഗ്ലണ്ട് ടീം ബാറ്റിംഗിലും ബൗളിംഗിലും ഒരുപോലെ കരുത്തരാണ്. ജോഫ്രെ ആർച്ചറുടെ പേസും ആദിൽ റഷീദിന്റെ ലെഗ് സ്പിന്നുമാണ് ഇന്ത്യൻ ബാറ്റർമാർക്ക് പ്രധാന വെല്ലുവിളി ഉയർത്തിയതും. വൈഭവ് സൂര്യവംശിയുടെ അരങ്ങേറ്റം സ്കോർ ബോർഡിന്റെ അടിസ്ഥാനത്തിൽ അത്ര വലിയ വിജയമായിരുന്നില്ല എന്ന് തോന്നാമെങ്കിലും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി സുരക്ഷിതമായി കൈകളിലാണെന്നതിന്റെ സൂചനയാണ് ഈ മത്സരം നൽകുന്നത്. ആദ്യ മത്സരത്തിന്റെ സമ്മർദ്ദം മാറി വരുമ്പോൾ ഈ 15-കാരനിൽ നിന്നും വലിയ ഇന്നിംഗ്സുകൾ ക്രിക്കറ്റ് ലോകത്തിന് കാണാൻ കഴിയും. പരമ്പരയിലെ ഈ രണ്ടാം മത്സരം ഇരു ടീമുകൾക്കും ഒരുപോലെ നിർണായകമായിരുന്നു.